മനുഷ്യന്റെ ജീവന് വയനാട്ടിൽ ഒരു വിലയുമില്ലാതെ വന്യമൃഗങ്ങളുടെ മുമ്പിൽ ജനങ്ങൾ ഒരു രക്ഷയുമില്ലാതെ കീഴടങ്ങി മരണത്തിന് കീഴടങ്ങുന്ന ഗുരുതരമായ സാഹചര്യമാണ്. ഇതിന്റെ ഒന്നാമത്തെ പ്രതി വനം വകുപ്പാണ്. മന്ത്രി അവിടേക്ക് തിരിഞ്ഞു നോക്കാത്ത മന്ത്രിയാണ്. വയനാടിന്റെ സാമൂഹ്യ ജീവിതത്തെ തകർത്താണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഈ ദുഃഖകരമായ സാഹചര്യത്തെ വിരാമമിടാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് ഇതിന്റെ പരിഹാര മാർഗങ്ങൾക്കുള്ള നടപടികൾ മുഖ്യമന്ത്രി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള നടപടികൾ സ്വീകരിക്കണം. അതെ, മുഖ്യമന്ത്രി വിഷയത്തിൽ നേരിട്ട് ഇടപെടണം. വയനാട്ടിൽ ഇത്രയധികം സംഭവങ്ങൾ ഉണ്ടായിട്ടും ഈ രീതിയിൽ മനുഷ്യന്റെ ജീവന വരെ ഭീഷണി ഉണ്ടായിട്ടും ഒരു തരത്തിലുള്ള ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് പ്രതിപക്ഷം ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരു ഭാഗത്ത് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധമുണ്ട്, നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. റോഡ് നാട്ടുകാർ ഉപരോധിക്കുകയാണ്. പോലീസിനോടൊക്കെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. എന്ത് വിശ്വസിച്ചാണ് രാത്രി കിടന്നുറങ്ങേണ്ടത്? എന്തുറപ്പാണ് രാത്രി ആ പുലിയും ആനയും കടുവയും വരുന്നില്ല എന്ന് എന്തുറപ്പാണ്? എങ്ങനെയാണ് നിങ്ങൾ ഞങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത്? വലിയ വലിയ ചോദ്യങ്ങൾ അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പ്രതിഷേധിക്കുകയാണ്. സാധാരണക്കാരായ മനുഷ്യരാണ്. അവരുടെ കൂടെയുള്ള ഒരാളെയാണ് അവർക്ക് ഇന്ന് നഷ്ടപ്പെട്ടത്. അതും ജോലിക്ക് പോവുകയായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യനെയാണ് ഈ രീതിയിൽ വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമായിട്ടുള്ളത്. ഇപ്പോഴും മറ്റൊരാശങ്ക, നമ്മൾ ഈ വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും മറ്റൊരാശങ്ക, ആ ആന ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ആ ജനവാസ മേഖലയിൽ തന്നെ ആനയുണ്ട്. ആനയെ കാട് കയറ്റാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആനയെ തുരത്താനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആനയുള്ളത് ആ ജനവാസ മേഖലയിൽ തന്നെയാണ്. 144 മൂന്നിടങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി എന്ത്? വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എവിടെയാണ് വീഴ്ച പറ്റിയത്? ട്രാക്കിങ്ങിൽ വീഴ്ച പറ്റിയോ എന്നൊക്കെയുള്ള ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സാറ്റലൈറ്റുമായി ഘടിപ്പിച്ചിട്ടുള്ള റേഡിയോ കോളറാണ്. അതുകൊണ്ട് അരമണിക്കൂർ ഡിലേ ഉണ്ട് ഇൻഫർമേഷൻ കിട്ടാൻ. അതാണ് ലഭിക്കുന്ന ഔദ്യോഗികമായ വിശദീകരണം. അത് ശരിയാണ് താനും. കാരണം 2 തരത്തിലുള്ള റേഡിയോ കോളർ സംവിധാനങ്ങളാണ് ഉള്ളത്. ഒന്നെങ്കിൽ സാറ്റലൈറ്റ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സിം ഉപയോഗിക്കുന്നത്. സിം ഉപയോഗിക്കുമ്പോൾ ഈ ആനകൾ ഉൾവനത്തിലേക്കൊക്കെ പോകുമ്പോൾ ട്രാക്ക് ചെയ്യാൻ കഴിയില്ല, ഇൻഫർമേഷൻ, ആ ഡാറ്റ ലഭിക്കില്ല. അതുകൊണ്ടാണ് കൂടുതലും ഈ സാറ്റലൈറ്റ് മായി ബന്ധിപ്പിച്ചിട്ടുള്ള റേഡിയോ കോളർ ഉപയോഗിക്കുന്നത്. പക്ഷെ അപ്പോഴാണ് ഈ ഡിലേ സംവിധാനം വരുന്നത്. അരമണിക്കൂർ കഴിഞ്ഞായിരിക്കും ഇൻഫർമേഷൻ. ആ സമയത്തിനുള്ളിൽ ആന എങ്ങോട്ട് പോയി, അപ്പോഴാണ് മാനുവൽ ട്രാക്കിങ്ങിന്റെ ഒക്കെ ഒരു അനിവാര്യത വരുന്നതും. ഈ വിഷയത്തിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇങ്ങനെ ഇത്രയും ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നു, അജിയുടെ ജീവൻ നഷ്ടമാകുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ആ ദൃശ്യങ്ങൾ ക്ലോസ്ലി നോക്കിയാൽ നമുക്ക് കാണാം, കുറച്ച് കഴിഞ്ഞ് ഫോറസ്റ്റിന്റെ ഒരു ജീപ്പ് വരുന്നുണ്ട്. അതിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഇറങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാനുവൽ ട്രാക്കിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് അത്. എന്തായാലും ഇപ്പോഴും ആന ആ ജനവാസ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ പ്രതിഷേധിക്കുന്നുണ്ട്, ആശുപത്രിക്ക് മുന്നിലും പ്രതിഷേധിക്കുന്നുണ്ട്. മോർച്ചറിയിലേക്ക് പോലും മൃതദേഹം മാറ്റില്ല. വനംവകുപ്പ് മറുപടി നൽകണം, വനംവകുപ്പ് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമെന്ന് പറയുകയാണ് അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യർ. ഇന്നലെ രാത്രി 9 മണിയോടുകൂടി തന്നെ ഈ ആനയെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആനയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമെന്ന ആശങ്കയുണ്ടായിരുന്നു, അതുകൊണ്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെയാണ് ഏറെ ദാരുണമായ ഈ സംഭവം നടന്നത്. റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാന വീട്ടിലേക്ക് പാഞ്ഞെത്തി യുവാവിനെ കൊലപ്പെടുത്തുകയായിരുന്നു. ട്രാക്ടർ ഡ്രൈവറാണ് അജീഷ്. ആന അജിയെ ആക്രമിക്കുകയായിരുന്നു. ഇന്ന് 7:30 ഈ ഒരു സംഭവം ഉണ്ടായത്. കർണാടക റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് ജനവാസ മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ആന വയനാടൻ കാടുകളിലും ജനവാസ മേഖലകളിലും ഒക്കെ ഉണ്ട്. കേരള വനംവകുപ്പ് ആനയുടെ സഞ്ചാരപഥം നിരീക്ഷിച്ചു വരുന്നതിനിടെയാണ് കാട്ടാന ഈ യുവാവിനെ കൊലപ്പെടുത്തിയത്. ഇപ്പോഴും ആനയുള്ളത് ജനവാസ മേഖലയോട് ചേർന്നുള്ള ഒരു കുന്നിൻ ചെരുവിൽ. അവിടെ ഒരു റബ്ബർ തോട്ടമുണ്ട്, അവിടെ തന്നെയാണുള്ളത്. കമൽ തുടരുന്നുണ്ട്. കമൽ, വനംവകുപ്പ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ആനയുമായി ബന്ധപ്പെട്ട്, ആനയെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട്? ആര്യ, ഇപ്പോഴും ആന കുന്നുമുകളിൽ നിന്ന് പാൽവെളിച്ചം വഴി ആനയെ ഓടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പാൽവെളിച്ചത്ത് റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത ആളുകളൊക്കെ മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നു. ആ വഴിക്ക് ആനയെ ഓടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ റബ്ബർ തോട്ടത്തിൽ നിന്ന് അല്പസമയം മുമ്പ് വരെ പടക്കം പൊട്ടുന്ന ശബ്ദമായിരുന്നു. ആനയെ ഓടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ പാൽവെളിച്ചം മുറിച്ചു കടന്നാൽ കുറുവദ്വീപായി അവിടെ പൂർണ്ണമായും വനമേഖലയിലേക്ക് എത്തും. അതോടുകൂടി ആനയെ കാട്ടിൽ കയറ്റാൻ കഴിയും. ആ ഭാഗത്തേക്ക് തന്നെയാണ് ആനയെ ഓടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിനിടെയാണ് ഈ
പ്രദേശത്ത് ഈ പടമല എന്ന പ്രദേശത്ത് വെച്ച് അജീഷിനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ ഒരു ജീവൻ നഷ്ടപ്പെട്ടതോടെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. മാനന്തവാടിയിൽ റോഡ് ഉപരോധം, ആശുപത്രിയിൽ അടക്കം പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇവിടെയും ആളുകൾ അല്പസമയം മുമ്പ് അനൗൺസ്മെന്റ് വാഹനം തടയുന്ന അവസ്ഥയുണ്ടായി. കാരണം അനൗൺസ്മെന്റ് ഇനി എന്തിന് അനൗൺസ്മെന്റ് എന്ന് ചോദിച്ച ആളുകൾ അനൗൺസ്മെന്റ് വാഹനം തടയുന്ന സാഹചര്യം അടക്കമുണ്ടായി. ആര്യ, ശരി, ഇപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും ഈ ഘട്ടത്തിൽ നമ്മൾ സംസാരിക്കുമ്പോഴും ആളുകൾ പ്രതിഷേധിക്കുന്നുണ്ട്, പലതരത്തിലുള്ള ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്, പലതരത്തിലുള്ള ചോദ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം, ഈ ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെയാണ് ഉള്ളത്. ഈ ആനയെ എങ്ങനെ അവിടെ നിന്ന് മാറ്റാൻ കഴിയും? ഇനി അതിലാണ് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ എന്തായാലും ലഭിക്കേണ്ടത്.